ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്വീറ്റ് ബോൾ ആണ്. ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതിനായിട്ട് ഞാനൊരു ബോളിലേക്ക് 1 കപ്പ് ഇഡലി മാവാണ് ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ബാക്കിയുള്ളത് അത്രയും യൂസ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇഡലി മാവ് തന്നെ എടുക്കണം, കാരണം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇടുന്നത്. അതുപോലെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ സ്വീറ്റ് ബോളിന് അറബിക് വിഭവമായിട്ടുള്ള ലുഖൈമത്തിന്റെ അതേ ടേസ്റ്റ് ആണ്. അപ്പൊ ലുഖൈമത്ത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്നത് മൈദമാവ് കൊണ്ടാണ്, നമ്മളിത് ഉണ്ടാക്കുന്നത് ഇഡ്ലി മാവ് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കുന്നത്. ഇതിനേക്കാട്ടിലും ലൂസ് ആവാൻ പാടില്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ വേണേലും തിക്കാവാം. അപ്പൊ ഇത് വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇത് വീർത്ത് വരും. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എണ്ണയിലേക്ക് മുട്ടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ പൊക്കി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിനു മുന്നേ ഞാൻ ബാക്കിയുള്ള ദോശമാവ് കൊണ്ടുള്ള ഒരു വിഭവം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പോയി കാണുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകും. പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരുന്നിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു തരത്തിലുള്ളതാണിത്. പിന്നെ ഇതിന് ലുക്കൈമത്തിന്റെ സെയിം ടേസ്റ്റ് തന്നെയാണുള്ളത്. എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നൂൽപ്പരുവ് ആവൊന്നും വേണ്ട. ഈ പഞ്ചസാര പാനി തൊട്ട് നോക്കുമ്പോഴത്തേനും ചെറിയൊരു പശപ്പെടുത്തം ഉള്ളതുപോലെ മതി. ആ ഒരു പരുവ് ആകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ബോൾസിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര പാനിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം സിറപ്പ് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് രണ്ടും താല്പര്യം ഇല്ലാത്തവർക്ക് തേനോ അല്ലെങ്കിൽ ശർക്കര പാനിയോ യൂസ് ചെയ്യാം. ഇത് ചൂടോടുകൂടി കഴിക്കണം, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.